ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഓപ്ഷൻ എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഒന്ന് കാൾ ഓപ്ഷനും പിന്നെ ഒന്ന് പുട്ട് ഓപ്ഷനും. അപ്പോൾ എന്താണ് കാൾ ഓപ്ഷൻ എന്നും എന്താണ് പുട്ട് ഓപ്ഷൻ എന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കാൾ ഓപ്ഷൻ. അപ്പോൾ എന്താണ് കാൾ ഓപ്ഷൻ എന്ന് പറയാൻ നോക്കാം. Call option is an option that gives a purchaser the right to buy the underlying asset from the writer at the specified exercise price on a specified date. ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു നിശ്ചിത എക്സസൈസ് പ്രൈസിൽ ഒരു അണ്ടർലൈങ് അസറ്റ് ഒരു റൈറ്ററുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാനുള്ള പർച്ചേസറുടെ ഓപ്ഷന് അല്ലെങ്കിൽ അവകാശത്തിനെയാണ് നമ്മൾ കാൾ ഓപ്ഷൻ എന്ന് പറയുക. അതായത് ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു നിശ്ചിത എക്സസൈസ് പ്രൈസിൽ ഒരു റൈറ്ററുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഒരു സെല്ലറുടെ കയ്യിൽ നിന്നും ഒരു അണ്ടർലൈങ് അസറ്റ് വാങ്ങാനുള്ള ഒരു പർച്ചേസറുടെ ഓപ്ഷനെയാണ് അല്ലെങ്കിൽ അവകാശമാണ് കാൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ദ ഓപ്ഷൻ ടു ബൈ ദ അണ്ടർലൈങ് അസറ്റ് വാങ്ങാനുള്ള ഓപ്ഷനെയാണ് നമ്മൾ കോൾ ഓപ്ഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ എ റൈസിങ് മാർക്കറ്റ് വെൻ ദ പ്രൈസസ് ആർ ഹൈ. സാധാരണഗതിയിൽ കാൾ ഓപ്ഷൻ എന്നുള്ളത് നടപ്പിലാവുന്ന എപ്പോഴാച്ചാൽ പ്രൈസസ് ഹൈ ആകുന്ന സമയത്ത്, നിലവിലുള്ളതിനേക്കാട്ടിലും വില കൂടുന്ന സമയത്താണ് കാൾ ഓപ്ഷൻ എന്നത് നടപ്പിലാക്കാറ്. ഇപ്പോൾ 100 രൂപയാണ് ഇപ്പോൾ എഗ്രി ചെയ്ത പ്രൈസ് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് 200 രൂപയായിട്ട് വർദ്ധിക്കുക എന്നുണ്ടെങ്കിൽ 200 രൂപ വിലയുള്ള സാധനം 100 രൂപയ്ക്ക് അയാൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇന്ന് എഗ്രി ചെയ്ത പ്രൈസിന് ഫ്യൂച്ചർ ഡേറ്റിൽ അത് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പോഴാണ് കോൾ ഓപ്ഷൻ എന്നത് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഒരു വസ്തുവിൻ്റെ വില കൂടി വരുമ്പോഴോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് സാധാരണ കോൾ ഓപ്ഷൻ എന്നത് നടപ്പിലാക്കാറ്. സോ കാൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ ഈസ് എൻ ഓപ്ഷൻ ദാറ്റ് ഗിവ്സ് എ പർച്ചേസർ ദ റൈറ്റ് ടു ബൈ ദ അണ്ടർലൈങ് അസറ്റ് ഫ്രം ദ റൈറ്റർ. റൈറ്ററിൽ നിന്നും അണ്ടർലൈങ് അസറ്റ് വാങ്ങാനുള്ള ഒരു പർച്ചേസറുടെ റൈറ്റാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. അറ്റ് ദ സ്പെസിഫൈഡ് എക്സസൈസ് പ്രൈസ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് എക്സസൈസ് പ്രൈസിൽ റൈറ്ററുടെ കയ്യിൽ നിന്നും അണ്ടർലൈങ് അസറ്റ് വാങ്ങിക്കാനുള്ള പർച്ചേസറുടെ റൈറ്റാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ദ ഓപ്ഷൻ ടു ബൈ ദ അണ്ടർലൈങ് അസറ്റ് ഈസ് എ കോൾ ഓപ്ഷൻ. അണ്ടർലൈങ് അസറ്റ് വാങ്ങാനുള്ള ഓപ്ഷനെയാണ് നമ്മൾ കോൾ ഓപ്ഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ എ റൈസിങ് മാർക്കറ്റ് വെൻ ദ പ്രൈസസ് ആർ റൈസിങ്. പ്രൈസസ് റൈസിങ് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ അത് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് പുട്ട് ഓപ്ഷൻ. അപ്പോൾ എന്താണ് പുട്ട് ഓപ്ഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ ദാറ്റ് ഗിവ്സ് ദ പർച്ചേസർ ദ റൈറ്റ് ടു സെൽ ദ അണ്ടർലൈങ് അസറ്റ് ടു ദ റൈറ്റർ അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ റൈറ്റർക്ക് ഒരു അസറ്റ് വിൽക്കാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ ദാറ്റ് ഗിവ്സ് എ പർച്ചേസർ ദ റൈറ്റ് ടു സെൽ ദ അണ്ടർലൈങ് അസറ്റ്. ഒരു അണ്ടർലൈങ് അസറ്റ് വിൽക്കാനുള്ള അവകാശമാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ടു ദ റൈറ്റർ അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ ഒരു അണ്ടർലൈങ് അസറ്റ് വിൽക്കാനുള്ള പർച്ചേസറുടെ അവകാശത്തിനെയാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് ദ ഓപ്ഷൻ ടു സെൽ ദ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റ് വിൽക്കാനുള്ള അവകാശമാണ് പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷനിൽ പ്രൈസ് റൈസ് ചെയ്യുമ്പോഴാണ് നടപ്പിലാക്കുകയെന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷനിൽ അതിന് നേരെ ഓപ്പോസിറ്റാണ്. പ്രൈസ് എന്നുള്ളത് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ പുട്ട് ഓപ്ഷൻ എന്ന് നടപ്പിലാക്കാറ്. അപ്പോൾ പ്രൈസ് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂവിൽ ഡിക്രിമെൻറ്റ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാകുന്ന സമയത്താണ് പുട്ട് ഓപ്ഷൻ എന്നുള്ളത് സാധാരണഗതിയിൽ നടപ്പിലാക്കാറ്. സോ പുട്ട് ഓപ്ഷൻ ഈസ് ആൻ ഓപ്ഷൻ ദാറ്റ് ഗിവ്സ് എ പർച്ചേസർ ദ റൈറ്റ് ടു സെൽ ദ അണ്ടർലൈങ് അസറ്റ് ടു ദ റൈറ്റർ അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ റൈറ്റർക്ക് അണ്ടർലൈങ് അസറ്റ് റൈറ്റർക്ക് സെല്ല് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. റൈറ്റർക്ക് സെല്ല് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് ദ ഓപ്ഷൻ ടു സെൽ ദ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റ് വിൽക്കാനുള്ള അവകാശമാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്ഷൻ. ഓപ്ഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. ആദ്യത്തെ പറയുന്നത്, വൺസ് പ്രീമിയം ഈസ് പെയ്ഡ് നോ ഫർദർ കാഷ് ഈസ് പേയബിൾ ബൈ ദ ബയ്യർ. ഒരിക്കൽ പ്രീമിയം പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദർ ക്യാഷ് ഒന്നും ബയ്യർ പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഓപ്ഷൻ്റെ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ്. വൺസ് പ്രീമിയം ഈസ് പെയ്ഡ് നോ ഫർദർ ക്യാഷ് ഈസ് പേയബിൾ ബൈ ദ ബയ്യർ. രണ്ടാമത് പറഞ്ഞത്, ദർ ഈസ് നോ ഒബ്ലിഗേഷൻ ടു എക്സസൈസ് എൻ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ നടപ്പിലാക്കണമെന്നൊരു ഒബ്ലിഗേഷൻ ഇല്ല. ബയ്യർ എന്നുള്ള പാർട്ടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള റൈറ്റ് നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് ഒബ്ലിഗേഷൻ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നടപ്പിലാക്കണമെന്നൊരു ഒബ്ലിഗേഷൻ പാർട്ടികൾക്ക് ഇല്ല. മൂന്നാമത്തത്, ഓപ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ആസ് വെൽ ആസ് സ്പെക്കുലേഷൻ. ഓപ്ഷൻ എന്നുള്ളത് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടും സ്പെക്കുലേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹൈ റിസ്ക്കുള്ള പ്രോപ്പർട്ടിയുടെ മുകളിൽ വിൽക്കാൻ വേണ്ടിയിട്ടും മറ്റും സ്പെക്കുലേഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്.
ഇറ്റ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ടു അച്ചീവ് മോർ കോംപ്ലക്സ് ഹെഡ്ജസ്. അതുപോലെ തന്നെ ഫോർവേഡും ഫ്യൂച്ചറും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടും ഓപ്ഷൻ നടപ്പിലാക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ടു അച്ചീവ് മോർ കോംപ്ലക്സ് ഹെഡ്ജസ്, കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഹെഡ്ജുകൾ ഉണ്ടാകുന്ന സമയത്ത് ഫോർവേഡും ഫ്യൂച്ചറും കൂടി കമ്പൈൻ ചെയ്തിട്ടും ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ നടപ്പിലാക്കാറുണ്ട്. ലാസ്റ്റ് പറയുന്നത് ഓപ്ഷൻസ് ലിമിറ്റ് ദ ഡൗൺ സൈഡ് ഓഫ് റിസ്ക് വിത്തൗട്ട് ലിമിറ്റിംഗ് ദ അപ്സൈഡ്. അപ്സൈഡ് ലിമിറ്റ് ചെയ്യാതെ റിസ്കിനെ ഡൗൺ സൈഡ് ചെയ്യുകയും ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പറയുന്നത് വൺസ് പ്രീമിയം ഈസ് പെയ്ഡ് നോ ഫർദർ ക്യാഷ് ഈസ് പേയബിൾ ബൈ ദ ബയ്യർ. ഒരിക്കൽ പ്രീമിയം പേ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഫർദറായിട്ട് ബയ്യർ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ദർ ഈസ് നോ ഒബ്ലിഗേഷൻ ടു എക്സസൈസ് എൻ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യണം എന്നുള്ളൊരു ഒബ്ലിഗേഷൻ ഇല്ല. ഓപ്ഷൻസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ആസ് വെൽ ആസ് സ്പെക്കുലേഷൻ. ഹെഡ്ജിങ്ങിനും സ്പെക്കുലേഷനും വേണ്ടിയിട്ടും ഓപ്ഷൻ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ടു അച്ചീവ് മോർ കോംപ്ലക്സ് ഹെഡ്ജസ്. കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഹെഡ്ജസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫോർവേഡും ഫ്യൂച്ചറും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടും ഓപ്ഷൻ നടപ്പിലാക്കാറുണ്ട്. ഓപ്ഷൻസ് ലിമിറ്റ് ദ ഡൗൺ സൈഡ് ഓഫ് റിസ്ക് വിത്തൗട്ട് ലിമിറ്റിംഗ് ദ അപ്സൈഡ്. അപ്സൈഡ് ലിമിറ്റ് ചെയ്യാതെ റിസ്ക് ഡൗൺ സൈഡ് ചെയ്യുകയും ഓപ്ഷൻ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓപ്ഷൻസ്. ഓപ്ഷൻസിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് വെൻ ബൈയിങ് ഓപ്ഷൻസ് ബയ്യർ ഹാസ് ടു പേ എ പ്രീമിയം ടു എൻ്റർ ഇൻ ടു എ മാർക്കറ്റ്. ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് ബയ്യർ എന്ത് ചെയ്യണം വെച്ചാൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് ഒരു പ്രീമിയം പേ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഡിസൈഡ്. പ്രീമിയം പേ ചെയ്യാതെ ഒരിക്കലും ബയ്യർക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. സോ വെൻ ബയ്യിങ് എൻ ഓപ്ഷൻ ബയ്യർ ഹാസ് ടു പേ എ പ്രീമിയം ടു എൻ്റർ ഇൻ ടു എ മാർക്കറ്റ്. രണ്ടാമത് പറയുന്നത് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഓപ്ഷൻസ് പ്രീമിയം ആർ വെരി കോംപ്ലക്സ്. ഓപ്ഷൻ പ്രീമിയവുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സ് എന്നുള്ളത് കോംപ്ലക്സ് ആണ്. മൂന്നാമത്തേത് കറൻ്റ്ലി ദർ ഈസ് മോർ ലിക്വിഡിറ്റി ഇൻ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ദാൻ ദർ ഈസ് മോസ്റ്റ് ഓപ്ഷൻ കോൺട്രാക്ട്. ഓപ്ഷൻ കോൺട്രാക്റ്റിനെക്കാട്ടിലും ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണ് കൂടുതലായിട്ട് ലിക്വിഡിറ്റി എന്നുള്ളത് ഉണ്ടാകുന്നത്. കറൻ്റ്ലി ദർ ഈസ് മോർ ലിക്വിഡിറ്റി ഇൻ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ദാൻ ദർ ഈസ് മോസ്റ്റ് ഓപ്ഷൻ കോൺട്രാക്ട്. ഓപ്ഷൻ കോൺട്രാക്റ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ലിക്വിഡിറ്റി എന്നുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ആണ്. അതും ഓപ്ഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഓപ്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ബയ്യിങ് ദ ഓപ്ഷൻസ് ബയ്യർ ഹാസ് ടു പേ എ പ്രീമിയം ടു എൻ്റർ ഇൻ ടു എ മാർക്കറ്റ്. ഓപ്ഷൻ കോൺട്രാക്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് ബയ്യർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് ഒരു നിശ്ചിത എമൗണ്ട് പ്രീമിയം പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഓപ്ഷൻ പ്രീമിയം ആർ വെരി കോംപ്ലക്സ്. ഓപ്ഷൻ പ്രീമിയത്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത് കോംപ്ലക്സ് ആണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഓപ്ഷൻ പ്രീമിയത്തിനെ ബാധിച്ചിരിക്കുന്നുണ്ട്. മൂന്നാമത്തേത് കറൻ്റ്ലി ദർ ഈസ് മോർ ലിക്വിഡിറ്റി ഇൻ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ദാൻ ദർ ഈസ് മോസ്റ്റ് ഓപ്ഷൻ കോൺട്രാക്ട്. ഓപ്ഷൻ കോൺട്രാക്റ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണ് കൂടുതലും ലിക്വിഡിറ്റി എന്നുള്ളത് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു, പുട്ട് ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. ഇനി 2-3 തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. യൂറോപ്യൻ ഓപ്ഷൻ, അമേരിക്കൻ ഓപ്ഷൻ, ബർമുഡൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇൻ യൂറോപ്യൻ ഓപ്ഷൻ ദ ബയ്യർ ക്യാൻ എക്സസൈസ് ഹിസ് ഓപ്ഷൻ ഓൺലി ഓൺ ദ എക്സ്പയറി ഡേറ്റ്. എക്സ്പയറി ഡേറ്റിൽ മാത്രമാണ് ബയ്യർക്ക് ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള ഓപ്ഷനെയാണ് നമ്മുടെ യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ യൂറോപ്യൻ ഓപ്ഷൻസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എക്സ്പയറി ഡേറ്റിൽ മാത്രം മെച്യൂരിറ്റി ആകുന്ന ഒരു ഓപ്ഷനാണ് യൂറോപ്യൻ ഓപ്ഷൻ. അന്നേ ദിവസം മാത്രമേ ബയ്യർക്ക് ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള ഓപ്ഷനെയാണ് നമ്മൾ യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയാം. അമേരിക്കൻ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻ അമേരിക്കൻ ഓപ്ഷൻ ഹീ ക്യാൻ എക്സസൈസ് ഹിസ് റൈറ്റ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഓപ്ഷൻ പീരീഡ്. ഓപ്ഷൻ പീരീഡിൻ്റെ ഇടയിൽ ഏത് സമയത്ത് വേണമെങ്കിലും ബയ്യർക്ക് അയാളുടെ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ കഴിയും. അതായത് ബിഫോർ മെച്യൂരിറ്റിയുടെ മുന്നേ ബയ്യർക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയും. ദസ് ദ അമേരിക്കൻ ഓപ്ഷൻ ഇൻവോൾവ്സ് എക്സ്ട്രാ ഫ്ലെക്സിബിലിറ്റി, ഹെൻസ് ഇറ്റ് ഇൻവോൾവ്സ് ഹയർ പ്രീമിയം. അതിൽ ഫ്ലെക്സിബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഹയർ പ്രീമിയം എന്തിലുണ്ട്? അമേരിക്കൻ ഓപ്ഷനിൽ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ അമേരിക്കൻ ഓപ്ഷൻ ഹീ ക്യാൻ എക്സസൈസ് ഹിസ് റൈറ്റ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഓപ്ഷൻ പീരീഡ്. ഓപ്ഷൻ പീരീഡിൽ ഏത് സമയത്ത് വേണമെങ്കിലും അമേരിക്കൻ ഓപ്ഷനിൽ ബയ്യർക്ക് അയാളുടെ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം. ദ അമേരിക്കൻ ഓപ്ഷൻ ഇൻവോൾവ്സ് എക്സ്ട്രാ ഫ്ലെക്സിബിലിറ്റി, അതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഹയർ പ്രീമിയവും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ബർമുഡൻ ഓപ്ഷൻ. ബർമുഡൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ ബർമുഡൻ ഓപ്ഷൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺ എ ഫ്യൂ സ്പെസിഫിക് ഡേറ്റ് പ്രയർ ടു എക്സ്പയറേഷൻ. എക്സ്പയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള ചില സ്പെസിഫിക് ഡേറ്റിൽ ബർമുഡൻ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം. ബർമുഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് എ ഹാഫ് വേ ട്രയാങ്കിൾ ദാറ്റ് ഈസ് ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് യൂറോപ്പ്. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഒരു ഹാഫ് വേ ട്രയാങ്കിളാണ് ബർമുഡ എന്ന് പറയുന്നത്.
സോ എ ബർമുഡ ഓപ്ഷൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺ എ ഫ്യൂ സ്പെസിഫിക് ഡേറ്റ് പ്രയർ ടു എക്സ്പിറേഷന് മുൻപുള്ള ചില സ്പെസിഫിക് ഡേറ്റിൽ ബർമുഡൻ ഓപ്ഷൻ എന്നുള്ളത് എക്സസൈസ് ചെയ്യാം. ബർമുഡ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ദിസ് ഇസ് എ ഹാഫ് വേ ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് യൂറോപ്പ്. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഒരു ഹാഫ് വേ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ഓപ്ഷൻ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. കോൾ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു, പുട്ട് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ യൂറോപ്യൻ ഓപ്ഷൻ, അതുപോലെ തന്നെ അമേരിക്കൻ ഓപ്ഷൻ, ബർമുഡൻ ഓപ്ഷൻ, പിന്നെ നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്ഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, എല്ലാവരും വീഡിയോ കാണുക. താങ്ക് യു.